ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ക്ലോസിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് താഴെയാണ്, മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്ററാണ്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പുതിയ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിട്ട് 4 ഇയർ ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇന്നലെ താഴെ വന്നിരിക്കുന്നത്. ബ്രോഡ്കോമിൻ്റെ Q4 റിസൾട്ട് ആഫ്റ്റർ അവേഴ്സിൽ അനൗൺസ് ചെയ്തിരുന്നു. Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. എന്നിരുന്നാലും ബ്രോഡ്കോമിൻ്റെ സ്റ്റോക്കും ആഫ്റ്റർ അവേഴ്സിൽ 4% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഒറാക്കിളിൻ്റെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് അറൗണ്ട് 11% താഴെയാണ്. പൊതുവേ ഒറാക്കിളിൻ്റെ റിസൾട്ടിന് ശേഷമാണ് ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ അമേരിക്കയിൽ കാണുന്നത്. അതേസമയം സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഓഹരികൾക്ക് നല്ല ഡിമാൻഡാണ്. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഒരു ജൂബിലൻ മൂഡിലാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും താരം കമോഡിറ്റികളിൽ സിൽവർ തന്നെയാണ്. സിൽവർ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. $64.19 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $63.78 പെർ ഔൺസ് ആണ്. ഗോൾഡും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലും ബെറ്ററാണ്. $4276 പെർ ഔൺസിനാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറിൻ്റെ കാര്യത്തിൽ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഗോൾഡ് സിൽവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ റേഞ്ച് 60-65 ആണ്. അതേസമയം 20 വർഷത്തെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 50-55 ആണ്. ഇന്നലെ സിൽവർ മുന്നേറിയതിന് ശേഷം ഗോൾഡ് സിൽവർ റേഷ്യോ 67.3 താന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫർദർ താഴെയാണെങ്കിൽ സിൽവർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 2026 സിൽവർ ഒരുപക്ഷെ $75 പെർ ഔൺസ് ക്രോസ് ചെയ്യുമെന്നാണ് റിവൈസ്ഡ് റിസർച്ച് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്നലെ കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സിങ്കും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അലുമിനിയവും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ഈ 3 കമോഡിറ്റികളും ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $61.68 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അയൺ ഓർ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിട്ടുണ്ട്. നവംബർ മാസത്തെ AUM 80.8 ലക്ഷം കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. SIP 29,445 കോടിയാണ് നവംബറിൽ. നമ്മൾ ഒക്ടോബറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒക്ടോബറിൽ 29,529 കോടി ഉണ്ടായിരുന്നു. സ്ലൈറ്റ് ഡിപ്പ് ഉണ്ട്. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. മ്യൂച്വൽ ഫണ്ട് AUM ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തേജസ്സിന് ഭാരത് 3 നെറ്റ് വർക്ക് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ധാരാളം നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ടെലികോമിൽ ഏറ്റവും കൂടുതൽ എക്യുപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യുന്നത് തേജസ് നെറ്റ്വർക്കാണ്. ടെമ്പോ ഗ്ലോബൽ വലിയൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ഡിസ്കഷനിലാണ്. 700 കോടി രൂപ ഓർഡറിന് വേണ്ടിയായിട്ടാണ് പോസിറ്റീവ് ന്യൂസ് ആണ്. അസ്ട്ര മൈക്രോവേവ് 171 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മിറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. 6 വെതർ റഡാർസിന് വേണ്ടിയാണ്. വേദാന്ത ലിമിറ്റഡിന് ഒരു ക്രിട്ടിക്കൽ മിനറൽ മൈൻ ബ്ലോക്ക് ഫൈനൽ അലോട്ട്മെൻ്റ് ആയിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസ് ഓപ്ഷൻ ട്രാൻജെ 3യുടെ ഭാഗമായിട്ടുള്ള ഒരു ബ്ലോക്കാണ്. തീർച്ചയായിട്ടും നിക്കല്, അതുപോലെ തന്നെ ക്രോമിയം,
പ്ലാറ്റിനം, ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ് മൈനിലുള്ളത്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഹിന്ദുസ്ഥാൻ സിങ്കിനും വേദാന്തയ്ക്കും സിങ്ക് പ്രൈസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവർ പ്രൈസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേദാന്തയ്ക്കും ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. സിങ്കിൻ്റെയും അതുപോലെ തന്നെ സിൽവറിൻ്റെയും പ്രൈസ് റൈസ്. NBCC 289 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സെയിലിൽ നിന്നും നാൽക്കോയിൽ നിന്നാണ്. ഇന്ററാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് 70 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. രാമ സ്റ്റീൽ UAEയിലത്തെ ഒരു കമ്പനിയെ അക്വയർ ചെയ്യാണ് 728 കോടി രൂപയ്ക്ക്. ഹൈ വാല്യൂ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും രാമ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓസ്വാൾ പമ്പ്സ് 380 കോടി രൂപയുടെ സോളാർ പമ്പിംഗ് സിസ്റ്റത്തിനുള്ള ഓർഡർ മഹാരാഷ്ട്രയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. RRP ഡിഫൻസ് കൊളാബറേറ്റ് ചെയ്യാണ് ഒരു ഇസ്രായേലി കമ്പനിയായിട്ട് ഡിഫൻസ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 2020.94 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3296.07 ക്രോർ വർത്ത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ IPOs നോക്കുകയാണെങ്കിൽ നെഫ്രോ കെയർ സെക്കൻഡ് 0.37 ടൈംസ് മാത്രമാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതേസമയം പാർക്ക് മെഡിവേൾഡ് 1.04 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നാണ് ക്ലോസിംഗ് ഈ രണ്ട് IPOസിൻ്റെയും. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ICICI പ്രൂഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 2165 രൂപയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 16-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ICICI പ്രൂഡൻഷ്യൽ AMC. ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് AMC ആണ്. അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഇക്വിറ്റി പോർട്ട്ഫോളിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്കീമുകളുടെ നമ്പർ നോക്കുകയാണെങ്കിലും ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് AMC ആണ് ICICI പ്രൂഡൻഷ്യൽ AMC. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. വളരെ ലോ ഇക്വിറ്റിയാണ് ഈ കമ്പനിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറൗണ്ട് 10% മാത്രമാണ് ഡൈല്യൂഷൻ വരുന്നത്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ICICI പ്രൂഡൻഷ്യൽ AMC ലിമിറ്റഡ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് ICICI പ്രൂഡൻഷ്യൽ AMC. മെയിൻ ബോർഡ് IPO ആണ്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവേ ഉള്ളൂ, 49.43 കോടി രൂപയുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് IPO റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നല്ല ഡേയ്സിനെ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.